ശ്രീ ജേക്കബ് ജോർജ് സുവർണാവസരങ്ങൾ തേടുന്ന കാലഘട്ടം തന്നെയാണ് ഇതും. ഈ മാധ്യമങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുക എന്നുള്ളതിനപ്പുറം ഇതൊരു TRPയുടെയോ അല്ലെങ്കിൽ ബാർക്ക് റേറ്റിങ്ങിൻ്റെയോ ഒക്കെ ഒരു കാര്യം മാത്രമായിട്ട് ആണ് മുമ്പ് കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അതല്ല. ഇവിടെ റേറ്റിങ്ങിനും അപ്പുറം ചില ഹിഡൻ അജണ്ടയുണ്ട്. അത് ഇടതുപക്ഷം വീണ്ടും അധികാരത്തിലേക്ക് വരരുത് എന്നുള്ളതാണ്. അവിടെയാണ് ജുഗൽബന്ദി, അവിടെയാണ് പ്രതിപക്ഷവുമായി ചേർന്ന് നുണപ്രചരണം നടത്തുന്നു എന്ന് പറയേണ്ടി വരുന്നത്. ഇന്നലെ ആരോഗ്യമന്ത്രി മുൻ മാധ്യമ പ്രവർത്തക കൂടിയായ വീണ ജോർജിന് ഒരുപക്ഷെ റോഡിൽ ഇറങ്ങി നിന്ന് ഇന്നലെയും ഇന്നുമൊക്കെ മാധ്യമങ്ങളോടൊപ്പം സഞ്ചരിച്ച് തൻ്റെ അവസ്ഥ പറയേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീണ ജോർജിന് ഒരുപാട് പരിമിതികളുണ്ടാകാം. പക്ഷേ ആ വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രി ഈ പറയുന്ന കാര്യങ്ങളിൽ കൂടി ഏതൊക്കെ തരത്തിൽ പ്രതിരോധത്തിലാകാമോ ആക്കാമോ അതിനുവേണ്ടി ചില മാധ്യമങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നുവെന്നും അവർ തന്നെ പരാതി പറയുന്നു. എന്നാൽ ഇത് ആരോഗ്യരംഗത്തെ കുത്തകകൾക്ക് വേണ്ടി തീരെഴുതാൻ വേണ്ടിയിട്ടാണെന്ന് ആ പാർട്ടി അടിവരയിട്ട് പറയുന്നു. അതിന് പഠന കോൺഗ്രസ്സിലെ കഴിഞ്ഞ കാലങ്ങളിലെ പഠനത്തിൻ്റെ തെളിവുകൾ മുന്നോട്ട് വെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ പ്രതിപക്ഷവും കാണേണ്ടതല്ലേ? അവർ ഇതിനോടൊപ്പം നിൽക്കുന്നത് എങ്ങനെയാണ് കാണേണ്ടത്? ഇല്ലാലെ ബഹുമാനപ്പെട്ട സമ്പത്ത് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടതാണ്. ഒന്ന്, ചാലക്കമ്പോളം കത്തിയെരിഞ്ഞ കാര്യം. രണ്ട്, മുത്തങ്ങയിൽ ജോഗി ആദിവാസി യുവാവ് പോലീസിൻ്റെ വെടിയേറ്റ് മരിച്ചത്. ആദിവാസികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ മരിച്ചത്. മറിച്ച് പോലീസിൻ്റെ ആക്രമണത്തിൽ ഒരു ആദിവാസി മരിച്ചത്. ഇത്തരം കാര്യങ്ങൾ ഒക്കെ ഞാൻ നേരിട്ട് മുത്തങ്ങയിലായിരുന്നു. അന്ന് ഞാൻ തലേദിവസം ഞാൻ അവിടെ കോഴിക്കോട്ടുണ്ടായിരുന്നു. ഈ സംഭവം രാത്രിയിൽ അറിഞ്ഞിട്ട് വെളുപ്പിനെ അങ്ങോട്ടേക്ക് പോകുമായിരുന്നു. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ ശങ്കറും ഉണ്ടായിരുന്നു കൂടെ. ഞങ്ങൾ നേരിട്ട് ആ സമയത്ത് തന്നെ ശങ്കർ റെഡ്ഡി ആയിരുന്നു അന്ന് DIG. ആ പോലീസ് സംഘം അവരുടെ പുറകെ ഞങ്ങളും പോയി. ഒത്തിരിയും കാര്യങ്ങൾ, ഭീകര ദൃശ്യങ്ങൾ തന്നെ കണ്ടു. അതവിടെ നിൽക്കട്ടെ. അതേക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഇവിടെ തിരുവനന്തപുരം കത്തിയെരിഞ്ഞതൊരു വലിയ സംഭവമാണ്. കേരളത്തിലെ പോലീസ് പട്ടാളം അവിടെ നിൽക്കട്ടെ, കേരളത്തിലെ പോലീസിന് ഇറങ്ങാമായിരുന്നല്ലോ. ബഹുമാനപ്പെട്ട സമ്പത്ത്, ഞാനന്ന് മാതൃഭൂമി പത്രത്തിൽ ചേർന്നിട്ട് ഒരു ട്രെയിനി ആയിരുന്നു. വളരെ ചെറുപ്പത്തിൽ, ആദ്യ ഘട്ടത്തിലാണ്, എൻ്റെ പത്രപ്രവർത്തനം തുടങ്ങുന്ന ഘട്ടത്തിലാണ് ആ സംഭവം ഉണ്ടായത്. അന്ന് വേണുക്കുറുപ്പ് എന്ന് അറിയപ്പെടുന്ന T. വേണുഗോപാലനാണ് ഞങ്ങളുടെ ന്യൂസ് എഡിറ്റർ. അദ്ദേഹം ഇങ്ങനെ പേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം മാതൃഭൂമി തയ്യാറാക്കിയ 1-ാം പേജിലെ തലക്കെട്ട് രാജൻ പൊതുവാൾ എന്ന ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ എടുത്ത അതിഭീകരമായൊരു ചിത്രം, ചാലക്കമ്പോളം കത്തിയെരിയുന്നത്. പഴയ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള മാതൃഭൂമി ഓഫീസ്, മിത്രനികേതൻ്റെ പഴയ കെട്ടിടം, അവിടെയാണെന്ന് മാതൃഭൂമി ഓഫീസ്. ഞങ്ങളെല്ലാം അവിടെയാണ്, ഡെസ്കിലാണ് ഇരിക്കുന്നത്. അവിടെ നിന്നാൽ കാണാം ഇങ്ങനെ ചാലക്കമ്പോളം കത്തിയെരിഞ്ഞ് പുക ഇങ്ങനെ ആകാശത്തേക്ക് ഉയരുന്നത് കാഴ്ച കാണാം. പൊതുവാൾ കുറേ അടുത്തടുത്ത് പോയിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തു. വേണുവേട്ടൻ ആ ഫോട്ടോ എടുത്ത് അതിൻ്റെ മേലെ അത് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. നമ്മുടെ നഗരം കത്തുകയാണ്. അതിൻ്റെ മേലെ എഴുതിയ തലക്കെട്ടാണ് ചാലക്കമ്പോളം കത്തിയെരിയുന്നു, പോലീസ് നോക്കി നിൽക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ പത്രം അന്ന് ഇറങ്ങിയില്ല. പത്രം അച്ചടിച്ചു, പത്രം വിതരണത്തിന് പോയി കഴിഞ്ഞു, കുറേ പത്രങ്ങൾ പോയി കഴിഞ്ഞു. അപ്പോഴാണ് രാമാനം പട്ടാളത്തെ സംസ്ഥാന ഗവൺമെൻറ് ക്ഷണിച്ചത്. പട്ടാളം ഇറങ്ങി. അന്ന് DIG ആയിരുന്ന ഡോക്ടർ PG അലക്സാണ്ടറോടും ആവശ്യപ്പെട്ടു, അദ്ദേഹത്തിന് വേറെ ഏതോ വകുപ്പിലായിരുന്നു, അദ്ദേഹത്തോടും ആവശ്യപ്പെട്ടു ഉടൻ രംഗത്തിറങ്ങാൻ. തിരുവനന്തപുരത്തെ പോലീസിൻ്റെ നേതൃത്വം അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അദ്ദേഹം ജീപ്പിലാണ് ഒരു തോക്കുമായിട്ട് രംഗത്തിറങ്ങിയത്. അദ്ദേഹം ഓടി നടന്ന് പോലീസിനെ അലർട്ട് ചെയ്ത് എല്ലാ പോലീസിനും രംഗത്തിറങ്ങാൻ പറഞ്ഞു. പട്ടാളം രംഗത്തിറങ്ങി. അതിപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ആ വാർത്ത കിട്ടിയപ്പോൾ മാതൃഭൂമിയുടെ 1-ാം പേജ് ആ പത്രം മുഴുക്കെ ഇങ്ങ് തിരിച്ച് പിൻവലിച്ചു. എന്നിട്ട് വേറെ പത്രം, പട്ടാളം ഇറങ്ങി എന്നൊരു പത്രം അർദ്ധരാത്രിയോടുകൂടി അടിച്ച് ആ പത്രമാണ് അന്ന് വിതരണം ചെയ്തത് എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഹെഡിങ് അതിൻ്റെ സമ്പത്ത് പറഞ്ഞ അതേ ഹെഡിങ്ങാണ്. തലസ്ഥാനം കത്തിയെരിയുന്നു, ചാലക്കമ്പോളം കത്തിയെരിയുന്നു, പോലീസ് നോക്കി നിൽക്കുന്നു എന്നതായിരുന്നു അന്നത്തെ ഹെഡിങ്. ഈ കഴിഞ്ഞ 10 വർഷം തീർച്ചയായിട്ടും അത്
എന്തൊക്കെയാണെങ്കിലും പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 1971 പിണറായി വിജയനും CPM നേതാവ് MP രാഘവനും കൂടിയാണ് തലശ്ശേരിയിൽ RSSകാർ നടത്തിയ കലാപം. അതിനെ ചെറുക്കാൻ ധൈര്യമായിട്ട് രംഗത്തിറങ്ങിയ നേതാവായിരുന്നു പിണറായി വിജയൻ. അദ്ദേഹം അതിനൊന്നും പിന്മാറുന്ന ആളല്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കേരള പോലീസ് അങ്ങനെ കൂട്ടിലടച്ചിരിക്കില്ല. അതെനിക്കറിയാം, യാതൊരു സംശയവുമില്ലാതെ ഞാനത് ഉറപ്പിച്ച് പറയുന്നു. പിന്നീട് പോട്ടെ, മുത്തങ്ങ കാര്യം അത് മറ്റൊരു കാര്യം, ആനയുടെ സമയത്തുണ്ടായതാണ്. അതിനും പോലീസിൻ്റെ അതിക്രമം ഭയങ്കരമായിരുന്നു എന്ന് ഞാൻ നേരിട്ട് കണ്ടതാണ്, സംശയമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ കേരള പോലീസിൻ്റെ ഒരു നിലപാട്, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭമായ പോലീസ് സേനയിൽ ഒന്നാണ് കേരള പോലീസ്. ഏറ്റവും പ്രഗത്ഭമായ പോലീസ് സേനയാണ് കേരള പോലീസ് എന്ന് തന്നെ പറയാം. അതിലൊന്ന് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഏറ്റവും മികച്ച, ഇവിടെ നോക്കി എത്ര കൊടി കെട്ടിയ കള്ളനാണെങ്കിലും കൊലപാതകയാണെങ്കിലും ആക്രമണം നടത്തി അല്ലെങ്കിൽ ഒരു ഭീകരപ്രവർത്തനം നടത്തി നിമിഷങ്ങൾക്കുള്ളിൽ അയാളെ പിടിക്കാനുള്ള ശേഷി നമ്മുടെ കേരള പോലീസിനുണ്ട്, യാതൊരു സംശയവുമില്ല. ഈ 10 വർഷം കൊണ്ടായിരിക്കാം, അല്ലെങ്കിലും അതിനു മുമ്പ് ആരോഗ്യരംഗം 1957 ഗവൺമെൻറ്, അതും കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ലോകത്തിലെ തന്നെ, ആ ഗവൺമെൻറ് പലതിനും തുടക്കമിട്ടു. പല പുതിയ സംരംഭങ്ങൾക്കും പല പുതിയ നീക്കങ്ങൾക്കും പല പുതിയ കാര്യങ്ങൾക്കും തുടക്കമിട്ടു. അതിലേറ്റവും പ്രധാനം വിദ്യാഭ്യാസ രംഗത്തെ വളർച്ച, ഏറ്റവും പ്രധാനം വിദ്യാഭ്യാസ രംഗത്തോടൊപ്പം ആരോഗ്യരംഗം. അന്ന് തുടങ്ങി വെച്ച ആ വളർച്ച ഇന്നും തുടരുന്നു. മാറി മാറി വന്ന സർക്കാരുകൾക്കൊക്കെ അതല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. ഞാൻ ആരുടെയും കഴിവ്, ആരുടെയും ശ്രമങ്ങളെ ഞാൻ ഇകഴ്ത്തി കാണിക്കുന്നില്ല. പക്ഷേ അന്ന് തുടങ്ങി വെച്ച 2 വകുപ്പുകൾ, ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും, ഇന്ന് കേരളത്തിൻ്റെ അഭിമാനമാണ്, സംശയമൊന്നുമില്ല. അതിനെതിരെ എഴുതുന്നതും അതിനെതിരെയുള്ള പ്രചാരണവും അത് പോട്ടെ, വാർത്തകൾ വല്ലപ്പോഴും നടക്കുന്ന സംഭവം. ഇതെന്നും ആൾക്കാരെ ഡോക്ടർമാർ കത്രിക വയറ്റി വെച്ചിട്ട് ശസ്ത്രക്രിയ നടത്തി തുന്നി കെട്ടുകയാണോ? അല്ലല്ലോ, വല്ലപ്പോഴും ഒരു ദശകത്തിലൊന്നോ രണ്ടോ ഒക്കെ നടക്കുന്ന സംഭവങ്ങൾ. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ, ഈ കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം എന്ന തരത്തിൽ കൊണ്ടാടുന്നത്. അത് ശരിയോ എന്നൊരു സ്വയം പരിശോധന നടത്തുകയാണ് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി.